ഇ ഡി കേസിൽ പ്രതികളുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഊഞ്ഞാലാട്ടം വലിയ വാർത്തയായി. സോഷ്യൽ മീഡിയയിൽ അതൊരു വാർത്തയായിട്ട് തന്നെ ആ കേസുകളിലെ മുഖ്യപ്രതിയായ IP ബിനു അദ്ദേഹം തന്നെയാണ് ഇട്ടത്. അദ്ദേഹം തന്നെ ആ ഊഞ്ഞാലിൽ കിടന്ന് ആടുന്നതും മറ്റ് 2-3 പ്രതികൾ അത് ആട്ടിവിടുന്നതും ഒക്കെ നമുക്ക് കാണാം. പോലീസിൻ്റെ ഇമേജ് കളഞ്ഞ ഒരു ഊഞ്ഞാലാട്ടമായിപ്പോയി. കാരണം ED ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെയും മകളുടെയും പാരീസ് റോഡെന്ന് പറയുന്ന സ്ഥലത്ത് പാളയത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി. വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങി ഉച്ചകഴിഞ്ഞ് 3:30 പോകുമ്പം അവരെ ആക്രമിച്ചു. IP ബിനുവിൻ്റെ നേതൃത്വത്തിൽ അക്രമികൾ അവരുടെ 3 കാറുകൾ തകർക്കുകയും അതോടൊപ്പം തന്നെ അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഏതായാലും അതിനെ സംബന്ധിക്കുന്ന കേസൊക്കെ രജിസ്റ്റർ ചെയ്തു. 70 ദിവസത്തോളം ഇവർ ജയിലിൽ കിടന്നു. പിന്നീട് ജാമ്യത്തിൽ കിട്ടി. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച അവർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ 20 പേര് അവിടെ വന്ന് പ്രസൻറ്റ് വെക്കണം. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പം പ്രശാന്ത് എന്ന ആളെയാണ് ആക്കിയത്. പ്രശാന്ത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും ഇടതുപക്ഷ ഓഫീസേഴ്സ് സംഘടനയുടെ പ്രസിഡൻ്റായി വളരെ വർഷങ്ങളായിട്ട് ആ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പാർട്ടി അദ്ദേഹത്തിനെ സ്ഥിരമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ പോസ്റ്റ് ചെയ്ത് സംഘടനാ പ്രവർത്തനത്തിന് സൗകര്യം കിട്ടത്തക്ക രീതിയിൽ അദ്ദേഹത്തിന് ജോലിക്ക് അവസരം കൊടുക്കുകയും ചെയ്തു. ആ പ്രശാന്തിനെ ഈ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയുടെ അറിവോടുകൂടി DGP മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തന്നെ പോസ്റ്റ് ചെയ്തു. ആ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കുമ്പോഴാണ് ഇടതുപക്ഷ സംഘടനയിലെ IP ബിനുവും സംഘവും EDക്കാരെ ആക്രമിക്കുന്നതും അവരെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഉള്ള സംഭവ പരമ്പരകളെല്ലാം കേരളത്തിലുള്ളവർക്കറിയാം. പക്ഷേ പ്രശാന്ത് എന്ന ആളെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ മേധാവിയായിരുന്ന ആളെ എന്തുകൊണ്ടൊരു കോൺഗ്രസ് ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് മ്യൂസിയത്തിൽ തന്നെ പോസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാകുന്നില്ല. കാരണം മ്യൂസിയം കേരളത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് സ്റ്റേഷനിൽ ഒന്നാണ്. കാരണം ഗവർണർ, മുഖ്യമന്ത്രി, എല്ലാ മന്ത്രിമാരും, സർക്കാരിൻ്റെ ഏറ്റവും സീനിയർ മോശ IAS ഉദ്യോഗസ്ഥന്മാർ, VIP, ട്രാവൻകൂർ കൊട്ടാരം, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു പോലീസ് സ്റ്റേഷനും ഹെവി പോലീസ് സ്റ്റേഷനും 80ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള സ്ഥലവും അത് തന്നെയല്ല ലോ ആൻഡ് ഓർഡർ വലിയ ഗുരുതരാവസ്ഥയെ പല സന്ദർഭത്തിലും അവിടെ പൊട്ടിമുളയ്ക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇടതുപക്ഷ സംഘടനയുടെ നേതാവിനെ പോസ്റ്റ് ചെയ്തത്. അത് വലിയൊരു മടയത്തരമായി പോയില്ലേ എന്നിപ്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ പ്രശാന്തിനെ അവിടുന്ന് ഇപ്പോൾ മാറ്റിയെന്നൊക്കെ പറയുന്നെങ്കിലും പ്രശാന്ത് അന്വേഷിച്ചതാണ് ആ ED കേസ്. EDയിലെ ആ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും അവരെ കാറുകൾ നശിപ്പിച്ചതിൻ്റെ കേസ് അന്വേഷിക്കുന്നത് അത് മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ്. അതിന് പിന്നീട് SIT ടീമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കവറ്റബിളായ സെൻസിറ്റീവായ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത്രയും VIPകളുള്ള, പ്രത്യേകിച്ച് ഇടതുപക്ഷം മാറി വലതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റും മറ്റും അധികാരമേറ്റെടുത്ത ഉടൻ ഉള്ള പോസ്റ്റിങ്ങിൽ പ്രശാന്തിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ SHO ആയിട്ട് വെച്ചത് അത് വലിയ ആനമണ്ടത്തരമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ആ കേസിനെ IP ബിനു ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് അവർ ജയിലിൽ കിടന്ന് ഇപ്പം പുറത്തിറങ്ങി. അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ ഈ ഉദ്യോഗസ്ഥനോ ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനോ എടുത്താൽ അത് പാർട്ടിയെ സഹായിക്കുന്ന രീതിയിൽ ആണ് എന്നുള്ള ആക്ഷേപം തീർച്ചയായിട്ടും കോടതിയിലുണ്ടാവും. അതുകൊണ്ട് അത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. വേറെ ആരോ വെച്ചോളൂ, വേറൊരു മാർക്സിസ്റ്റ് ചായവുള്ള ഒരാളെ വെച്ചോളൂ. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും പ്രശാന്തിനെ ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനൊക്കെ അന്ന് ആലോചിച്ചു, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഇടതുപക്ഷ സംഘടന നേതാവായ വ്യക്തി എന്തുകൊണ്ട്
കേരളത്തിലെ ഏറ്റവും സെൻസിറ്റീവായ പോലീസ് സ്റ്റേഷനിലെ, ഞാനവിടെ SI ആയിട്ടും CA ആയിട്ടും വർക്ക് ചെയ്ത സ്ഥലമാണ്. അവിടെ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തു എന്ന് ഒരു ചോദ്യം മനസ്സിൽ അന്നും കിടക്കുന്നു, ഇന്നും കിടക്കുന്നു. ആ കേസിലെ ഏറ്റവും സീനിയറായ CPMൻ്റെ അംഗമാണ്, പാളയത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ആ IP ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഊഞ്ഞാലി കിടന്ന് ആടുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ കാണുന്നത്. എന്ത് പരിതാപകരമായ അവസ്ഥയാണ് പോലീസ് സ്റ്റേഷനിൽ. അവിടെ കുറേ വർഷങ്ങളായിട്ട് അവിടെ രാപ്പാർക്കുന്ന കുറേ പോലീസുകാരുണ്ട്. അവരെ അവിടുന്ന് പിരിച്ചുവിടണം, അല്ലെ അവരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം അതൊരിക്കലും നല്ലതല്ല. അങ്ങനെയുള്ള ചില ആൾക്കാർ, ഇടതുപക്ഷത്തിൻ്റെ ചായ്വുള്ളവർ, അവർക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ചില പോലീസുകാർ ഇന്നും അവിടെയുണ്ട്. എന്തിനാണ് ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു ഊഞ്ഞാല് കെട്ടുന്നത്? അവരൊരു പൂക്കളം ഉണ്ടാക്കിയ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം പോലീസ് സ്റ്റേഷൻ്റെ നമ്മൾ ആഘോഷ സ്ഥലമല്ല. അവിടെ ആൾക്കാരുടെ വേദനയും അത് പരാതി സ്വീകരിക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ളവർ ആഘോഷിക്കുന്ന പോലീസ് സ്റ്റേഷനിലല്ല. അവർ എത്രയോ സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്, അവിടെ പോയി ആഘോഷിക്കാം. പോലീസ് സ്റ്റേഷനകത്ത് തീർച്ചയായിട്ടും അവർ ഊഞ്ഞാല് കെട്ടിയതും അല്ല, അതിൻ്റെ പുറത്ത് അവർ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഊഞ്ഞാല് കെട്ടി ഈ പ്രതികളെ ഇരുത്ത് ആടിച്ചത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഇമേജ് പോയി. അതുകൊണ്ട് ഈ പ്രതികളുടെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ആരാണ് അന്നത്തെ അവിടുത്തെ GD ചാർജ്, ആരാണ് അവിടുത്തെ ഉത്തരവാദികൾ, ആരാണ് ഊഞ്ഞാല് കെട്ടിയത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചാല ബസാറിൽ ആരോ സ്പോൺസർ ചെയ്തു 66 നീല ഷർട്ട്. ഈ ഓണ ദിവസം ആ പോലീസ് സ്റ്റേഷനിലുള്ളവരെല്ലാവരും നീല ഷർട്ടും വെള്ളമുണ്ടുമാണ് ധരിച്ചത്. ആ നീല ഷർട്ടും വെള്ളമുണ്ട് തന്നെയാണ് IP ബിനു എന്ന പ്രതിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടുപ്രതി 20 പേരും. അവരും ഏകദേശം ഇതേ വേഷമൊക്കെ തന്നെ ധരിച്ചിരിക്കുന്നു. ഏതായാലും ഊഞ്ഞാലിടുന്ന ആടുന്ന പ്രതി പോലീസുകാരെ പോലെ നീല ഷർട്ടും വെള്ളമുണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും പോലീസിൻ്റെ ഇമേജ് കളഞ്ഞ ഒരു സംഭവമാണ്. ആരാണ് ഇതിന് അനുമതി കൊടുത്തത്? ഒരു പോലീസ് സ്റ്റേഷനിൽ ഊഞ്ഞാലി കെട്ട് ആടാൻ അനുവദിക്കരുത്. കാരണം പോലീസ് സ്റ്റേഷനിൽ അതുപോലെ ആശുപത്രിയിലുമൊക്കെ അത്യാവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു പൂക്കളം ഇടാം, അത് അപ്പോൾ തന്നെ മറക്കണം. അതല്ല നമ്മുടെ ജോലിയുടെ ഭാഗം. ആഘോഷമൊന്നും പോലീസ് സ്റ്റേഷനിലോ അതുപോലെ ഹോസ്പിറ്റലിലോ പാടില്ല. അവിടെ വേദന വേദന എടുക്കുന്ന ആൾക്കാർ വരുന്ന സ്ഥലങ്ങളാണ്, രോഗികളായി വരുന്ന സ്ഥലങ്ങളാണ് ഈ ഹോസ്പിറ്റല്. പോലീസ് സ്റ്റേഷൻ അതുപോലെ വിഷമവും അതുപോലെ സങ്കടവും അതുപോലെ അവർക്ക് നിയമ നടപടികൾ എടുക്കാനും വരുന്ന സ്ഥലങ്ങളാണ്. അവിടെയുള്ള ഊഞ്ഞാലാട്ടം നല്ലതല്ല. അവിടെ SI ഇരുന്നാടിയാലും CA ഇരുന്നാടിയാലും അത് നല്ലൊരു പ്രവൃത്തിയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. പ്രതികളാണ് ഇപ്പോൾ അവിടെ ഇരുന്നാടുന്നത്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇവരുമായിട്ടുള്ള ആ ബന്ധം എത്രത്തോളം അഗാധമാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കണം. അതുകൊണ്ടല്ലേ അവർ കയറിയിരുന്ന് ആടിയത്. അവർ സോഷ്യൽ മീഡിയയിൽ അത് തന്നെ അവർ പങ്കുവച്ചു. അവരുടെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നീക്കം നടക്കുന്നു എന്ന് വരുന്നുണ്ട്. അതൊന്നും അല്ലല്ലോ, ചെയ്ത പ്രവൃത്തി പോലീസുകാരുടെ ഭാഗത്താണ്. അവരെ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? ആരാണ് ചാലയിൽ പോയി 66 ഷർട്ട് വാങ്ങിച്ചത്? അത് ആരാണ് IP ബിനുവിന് കൊടുത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അടിയന്തരമായിട്ട് അന്വേഷണം ഉണ്ടായിട്ട് അടിയന്തരമായ നടപടി ഉണ്ടാകണം. സസ്പെൻഡ് ചെയ്യുന്നവരെ എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യണം. ഈ പ്രതികളുമായിട്ട് ചേർന്നിരിക്കുന്ന അവരുമായിട്ട് തോളെ കൈയിട്ട് നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റച്ചാർജോ അവരുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് ഒരു ചാർജ് കൊടുത്താൽ തീർച്ചയായിട്ടും അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്ത അന്വേഷണം എല്ലാം ഒന്നിച്ചേ കണക്കാക്കാൻ കഴിയുള്ളൂ. ED ഉദ്യോഗസ്ഥന്മാർക്ക് നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒപ്പം നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം, പൊതുജനങ്ങളും അവരുടെ ഒപ്പം നിൽക്കേണ്ടി വരുമെന്ന കാര്യം മറക്കരുത്.